മഹാന്മാരായ സഹാബാ കിറാം ഇമാം നാസറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, അവരെക്കുറിച്ച് പുകഴ്ത്തിയിട്ട് ആളുകൾ സംസാരിച്ചുകൊണ്ട് എന്തെങ്കിലും മദ്ഹ് പറയുന്നവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വേറൊരു അധ്യായം തന്നെ പറയുന്നുണ്ട്. നമ്മളുണ്ടല്ലോ ഇരുത്തിയിട്ട് ഇങ്ങനെ പൊക്കണ്, ഒരിടത്ത് നിങ്ങളെ മുഖത്ത് നോക്കി ഞങ്ങളിങ്ങനെ പൊക്കുക, നിങ്ങൾ ഇന്നെങ്ങനെ പുകഴ്ത്തുക, ഞാൻ അങ്ങനെ വണ്ണം വെക്കുക, അങ്ങനെ ഞാൻ തരക്കേടില്ലാതെ എനിക്കിങ്ങനെ തോന്നുക, അങ്ങനെ ഭയങ്കരമായിട്ടാണ് ഞാനാണെല്ലാം, ഞാനില്ലെങ്കിൽ എനിക്ക് ശേഷം പ്രളയം, ഞാൻ തന്നെ കേട്ടോ, ഞാൻ ഉണ്ടായിട്ട് അതൊക്കെ എന്നൊക്കെ അങ്ങനെ തോന്നുക. ഇങ്ങനെ മദ്ഹ് ചെയ്യുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്ന് എൻ്റെ റബ്ബിനല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിൽ നമ്മളെന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ വജഅൽനി ഖൈറൻ മിമ്മാ യظുന്നൂൻ വഗ്ഫിർ ലീ മാ ലാ യഅലമൂൻ. അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ, അല്ലാഹുവേ അവര് പറയുന്നതിനൊന്നും നീ എന്നെ പിടിച്ച് ശിക്ഷിക്കല്ലേ. അവരിനെ കുറിച്ച് കുറെ പറയുന്നുണ്ട്, അതിനൊന്നും നീ എന്നെ പിടിച്ച് ശിക്ഷിക്കല്ലേ. വജഅൽനി ഖൈറൻ മിമ്മാ യظുന്നൂൻ, അവരെന്നെക്കുറിച്ച് എന്തൊക്കെയാണോ വിചാരിക്കുന്നത് അതിനേക്കാൾ നീ എന്നെ ഉത്തമനാക്കണേ, അതിനേക്കാൾ നീ എന്നെ ഖൈറായവനാക്കണേ. വഗ്ഫിർ ലീ മാ ലാ യഅലമൂൻ, എന്നെക്കുറിച്ച് അവർക്കറിയാത്ത ഒരുപാട്